Hi all, once again welcome back to Nihal Perspective. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വാഴ സിനിമയെ പറ്റിയാണ്. ഇറ്റ്സ് നോട്ട് എ സിനിമ റിവ്യൂ ഒന്നുമല്ല. ആ സിനിമ നമ്മളിലേക്ക് നൽകുന്ന അല്ലെങ്കിൽ നമുക്കന്ന് പഠിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ആ സിനിമ ഞാൻ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ നന്നായിരിക്കും എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. നമ്പർ 1, പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം. ഒരു പാരന്റ് അല്ലെങ്കിൽ ഒരു മാതാപിതാവ് തൻ്റെ കുട്ടികളുടെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് തൻ്റെ കുട്ടികളോടുള്ള തൻ്റെ സ്നേഹം കാണിക്കുന്ന സമയത്ത് ഹൗ ടു ബി, ഹൗ ഡോണ്ട് ടു ബി, എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആകരുതെന്ന് കൃത്യമായി ഇതിൽ പറയുന്നുണ്ട്. അതിൽ സിനിമാ കഥകളും കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഒരു സ്പോയിലറും ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാരൻറ്റിനെ കൂടി പോവുകയാണെങ്കിൽ നിങ്ങളുടെ മാതാവോ പിതാവോ അല്ലെങ്കിൽ ഉപ്പയോ അച്ഛനോ അമ്മയോ ഇവരൊക്കെ കൂട്ടി പോവുകയാണെങ്കിൽ ആ ഒരു ഫീൽ കിട്ടാൻ വളരെയധികം സാധ്യതയുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു പാരൻറ്റ് തൻ്റെ കുട്ടിയെ ഒരു ഡയറക്ഷനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവൻ്റെ മനസ്സ് അല്ലേ, നമ്മൾ എപ്പോഴും ഒരുപാട് കണ്ടതും കേട്ടതുമായ ക്ലീശ കാര്യമാണ്, പക്ഷേ അത് കൃത്യമായി ഇതിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പാരൻ്റ് എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആവരുത്, ഒരു പാരൻ്റ് എത്രത്തോളം കുട്ടിയിൽ ആ ഒരു പാരൻ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നതും കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഫിലിമിൽ കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം നമുക്കറിയാം ബ്യൂട്ടി ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ഒരു സൗഹൃദത്തിൻ്റെ ഭംഗി. അതൊരു സിനിമാറ്റിക് രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. ആ സിനിമയുടെ ഒരു ഒഴുക്കിന് വേണ്ട കോമഡിയും ബാക്കി എല്ലാ കാര്യങ്ങളും മസാലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു സംഭവം. പക്ഷേ അത് എപ്പോഴും രസകരമായ ഒരു സാധനമാണ് ഈ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ. നമ്മുടെ സ്കൂൾ കാലഘട്ടം മുതൽ കോളേജ് കാലഘട്ടം വരെയുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ കാലഘട്ടത്തിൽ നമ്മൾ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ നമ്മൾ അറിയാതെ പോലും നമുക്ക് പണിയിടുന്ന കുറേ ഇൻസിഡൻറ്റുകൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ വളരെ രസകരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് അത് നമുക്കറിയാം ഒരു സിനിമയുടെ കുറവ് തന്നെയാണ്, പക്ഷേ അത് കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട്. മൂന്നാമത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സ്ട്രഗിൾ ഓഫ് ബോയ്സ്. എത്രത്തോളമാണ് വിദ്യാർത്ഥികൾ ഈ ഒരു കാലഘട്ടത്തിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അത് ശരിക്കും പറയുകയാണെങ്കിൽ അത് നമുക്ക് ഒരു 2 പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ട് നമുക്ക് പറയാം. പോസിറ്റീവ് വശത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ആളുകൾക്കും കൃത്യമായി ചിലപ്പോൾ അക്കാഡമിക് എക്സലൻസ് എത്താൻ കഴിയില്ല. അവർക്ക് പഠിക്കാനുള്ള കഴിവ് കുറവായിരിക്കാം, അവർക്ക് വേറെ പല രീതിയിലായിരിക്കും അവരുടെ കഴിവുകളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ നമ്മൾ അവരെ പ്രഷർ ചെയ്യാൻ, അത് പഠിക്കുക അല്ലെങ്കിൽ ഈ ഒരു കരിയർ നിങ്ങൾ ചൂസ് ചെയ്യും, ആ ഒരു വിഷയം അല്ല, ആ ഒരു കാര്യം എത്രത്തോളം വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്ന പ്രഷർ, അതുകൊണ്ട് എത്തിക്കുന്ന ഡിപ്രഷൻ, അത് അവരിലേക്ക് ഉണ്ടാക്കുന്ന ഒരു ചേഞ്ച്. ഇതിലെ പല ഇൻസിഡൻറ്റുകളും ഞാൻ റിയൽ ലൈഫിൽ ഞാൻ 100% അല്ല, ചില ഇൻസിഡൻറ്റുകൾ ചില ഭാഗങ്ങൾ കൃത്യമായി ലൈഫിൽ എവിടെയൊക്കെയോ നേരിട്ട് കണ്ടിട്ടുണ്ട്. അനുഭവിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, പക്ഷേ നേരിട്ട് കണ്ട ഇൻസിഡൻറ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായി ആ ഒരു സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ബോയ്സ്. കാരണം ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഒരു ബോയ്സ് ആ ഒരു ഏജിലൂടെ കടന്നു പോകുമ്പോൾ, അത് കൃത്യമായി ഈ സിനിമയിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് വശം, നെഗറ്റീവ് രീതിയിൽ കാണുകയാണെങ്കിൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് അക്കാഡമിക് എക്സലൻസ്. ഒരു ആൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായി പഠിക്കാതെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചും ചിരിച്ചും അല്ലെങ്കിൽ മറ്റു പല ക്ലാസ്സും കട്ട് ചെയ്ത് ഇങ്ങനെ എൻജോയ് നടന്ന സമയത്ത് പിന്നെ ആഫ്റ്റർ 2 or 3 years നമ്മൾ റിയലൈസ് ചെയ്യും, അന്ന് പഠിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അതാണ് ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും വലിയൊരു മെസ്സേജ് കേട്ടോ. അതായത് കൃത്യമായ സമയത്ത് നമ്മൾ ഒരു വിദ്യാർത്ഥികൾ എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, പഠിക്കേണ്ട സമയത്ത് കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ നമുക്ക് നല്ല പണി തരുന്നുള്ളൊരു നല്ലൊരു മെസ്സേജ് സിനിമയിൽ പറയുന്നത്. പക്ഷേ ഒരു ഫൺ ടെംപ്ലേറ്റിൽ ഈ പടങ്ങ് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എത്രത്തോളം ആളുകൾ ആ ഒരു കാര്യത്തെ ഉൾക്കൊണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ താഴെ ചെയ്യുക, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സോ എനിക്ക് തോന്നിയ 4 കാര്യങ്ങൾ, ഞാനൊരു സിനിമ കണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളായിട്ടല്ല ഞാൻ ഈ 4 കാര്യത്തെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്ക് നിർബന്ധമായി നമ്മൾ ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ഇതൊന്ന് എടുക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. ഒന്നൊരു പാരന്റിങ് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, എങ്ങനെ ആവണം എങ്ങനെ ആവരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബ്യൂട്ടി, അത് നമുക്ക് ഇതിലൊരു സന്തോഷം സപ്പോർട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബോയ്സ് അനുഭവിക്കുന്ന സ്ട്രഗിൾ, ഇത് എല്ലാ ആളുകളും അല്ലെങ്കിൽ 90% ആളുകളും ഈ കറക്റ്റ് ഈ സിനിമയിൽ പറയുന്ന ടെംപ്ലേറ്റിലൂടെയാണ് ബോയ്സ് കടന്നു പോകുന്നത്. അത് കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പഠിക്കണ സമയത്ത് പഠിച്ചിട്ടില്ലെങ്കിലും പണി കിട്ടും. സോ ദിസ് ഈസ് നിഹാൽ പെർസ്പെക്റ്റീവ്. ഹിയർ ഐ ആം ഡിസ്കസിങ് തിങ്സ് ത്രൂ മൈ പെർസ്പെക്റ്റീവ്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.